ഫോർഡിൻ്റെ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നൊരു വാഹനമാണ് ഫോർഡിൻ്റെ എക്കോസ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് 4 എക്കോസ്പോർട്ടാണ്. ഈ 4 വാഹനവും ഡീസൽ വണ്ടികളാണ്. ഫോർഡ് നിലവിൽ പുതിയ വാഹനങ്ങൾ ഇറക്കുന്നില്ലെങ്കിലും ഫോർഡിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഷോറൂമൊക്കെ നിലവിലുണ്ട്. നിലവിലുള്ള വാഹനങ്ങളിൽ 2 ബ്ലൂ കളറുണ്ട്, ഒരു ഗ്രേയും ഉണ്ട്, ഒരു പേൾ വൈറ്റും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കാൻ പോണ വാഹനം പേൾ വൈറ്റിലൊരു എക്കോസ്പോർട്ടാണ്. 2017 മോഡലാണ്. 4,20,000 രൂപ നമുക്ക് കൊടുക്കാൻ കഴിയും. രണ്ടാമത് വരുന്നത് ഗ്രേ കളറിൽ ടൈറ്റാനിയം പ്ലസ് ആണ്. 3,75,000 രൂപ കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു 2019 മോഡൽ ടൈറ്റാനിയം പ്ലസ് തന്നെയാണ് വരുന്നത്. 7,20,000 രൂപ കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് വരുന്നത് 2016 മോഡലാണ്. 4,50,000 രൂപക്കും കൊടുക്കാൻ പറ്റും. ഈ 4 വാഹനമാണ് നമ്മളെ കയ്യിൽ സ്റ്റോക്കുള്ളത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ വരുന്നത് 2017 മോഡലാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. 88,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓപ്ഷൻ വരുന്നത് ആംബിയൻ്റ് ആണ്, ബേസ് മോഡലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ വണ്ടിയാണ് നിലവിലുള്ളത്. KL7 എറണാകുളം രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ വണ്ടി ഉള്ളത്. പിന്നെ വണ്ടി ആംബിയൻ്റ് ആയതുകൊണ്ട് തന്നെ 2 പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, കമ്പനി സ്റ്റീരിയോ, അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക്, ടയർ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കുഴപ്പമില്ലാത്ത ടയറുണ്ട്. വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,20,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4 ലക്ഷം വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി വരുന്നത് 2013 മോഡൽ ടൈറ്റാനിയം പ്ലസ് ആണ്. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിലാണ്. 1,22,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. നല്ല ഗ്രേ കളർ ഫിനിഷിങ്ങിലൊക്കെ വരുന്ന വണ്ടിയാണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത്. വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ടൈറ്റാനിയം പ്ലസ് ആയതുകൊണ്ട് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. ഇൻ്റീരിയർ ഭാഗം നോക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവറുണ്ട്, നല്ല വൃത്തിയുണ്ട് ഇൻ്റീരിയർ ഭാഗമൊക്കെ. ആൻഡ്രോയിഡ് സ്റ്റീരിയോ അഡീഷണൽ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ബാക്ക് വൈപ്പർ, അലോയ് വീല്, ഇത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്. ടയർ ഭാഗമൊക്കെ കുഴപ്പമില്ലാത്ത ടയറുണ്ട്. വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,70,000 രൂപയാണ്. ഒരു 3,30,000 വരെയൊക്കെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി വരുന്നത് 2019 മോഡലാണ്. ഇതും ടൈറ്റാനിയം പ്ലസ് തന്നെയാണ്. നിലവിൽ സെക്കൻഡ് ഓണറിൽ 1,24,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഫുൾ കമ്പനി സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. KL65 തിരൂരങ്ങാടി രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത്. ഗർഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും സെയിം ഫീച്ചേഴ്സ് തന്നെ വണ്ടിക്ക് വരിക. 6 എയർ ബാഗൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെ ടൈറ്റാനിയം പ്ലസ് ആയതുകൊണ്ട്. വണ്ടിക്ക് റേറ്റ് വരുന്നത് 7,20,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 6,90 വരെയൊക്കെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വരുന്നത് 2016 മോഡലാണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിൽ 1,24,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് ട്രെൻഡ് ലൈനാണ്. KL19 പാറശാല തിരുവനന്തപുരമാണ് രജിസ്ട്രേഷൻ വരുന്നത് വണ്ടീൻ്റെ. പക്ഷേ കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ വണ്ടി നിലവിലുള്ളത്. ഇൻ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത സീറ്റ് കവറൊക്കെ ഉണ്ട്. പിന്നെ ട്രെൻഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക് വൈപ്പർ, ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അലോയ് വീലൊന്നും വണ്ടിക്ക് വരുന്നില്ല. വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,50,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4 ലക്ഷം വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 4 വണ്ടി നമ്മളെ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, നിയർ രാമനാട്ടുകര അടുത്താണ്.